ഹായ് ഗൈസ്, കുഞ്ഞപ്പൻ ആൻഡ് കമ്പനിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ കണ്ടാലോ. ഞാനിന്ന് ദോശയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. 2 ടൈപ്പ് ചട്നി ആയിരുന്നു പ്ലാൻ ചെയ്തത്. ദോശയുടെ മാവൊക്കെ നമ്മൾ തലേദിവസം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഉഴുന്നും അരിയും കൂടെ കുതിർത്ത് കുറച്ച് ചോറും മിക്സ് ചെയ്ത് മിക്സിയിൽ അടിച്ചു. എന്നിട്ട് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചതിന് ശേഷം അത് നമ്മുടെ ഫെർമെൻ്റ് ആവാൻ വേണ്ടി പാത്രത്തിൽ മിക്സ് ചെയ്ത് വെച്ചു. പിന്നെ ഞാൻ കുറച്ച് റാഗിയും കൂടെ അരച്ച് ചേർത്തായിരുന്നു. കാരണം മോനും കൂടി കൊടുക്കുന്നതുകൊണ്ട് കുട്ടികൾക്ക് നല്ലതാണല്ലോ റാഗി. അപ്പം റാഗിയും അതുപോലെ കുതിർത്ത് വെച്ചിട്ട് അരച്ചിട്ട് ഇതിനകത്തേക്ക് അരിച്ചെടുത്ത് ചേർത്തിട്ടുണ്ടായിരുന്നു. അരിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ ആ ഒരു തവിട് അവിടെ ഇരിക്കും, അത് കടിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതും കൂടെ അരിച്ച് ഇതിനകത്ത് ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം മോർണിംഗ് ആയപ്പോൾ നന്നായിട്ട് ഫെർമെൻ്റ് ആയതുകൊണ്ട് ഉപ്പിട്ട് ഇളക്കി മാറ്റി വെച്ചു. എന്നിട്ട് ചമ്മന്തി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. ചമ്മന്തിക്കായിട്ട് തേങ്ങ 2 ടൈപ്പ് ചമ്മന്തിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആദ്യത്തേതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും ഇഞ്ചിയും പച്ചമുളകും കുറച്ച് പുതിനയും കുറച്ച് എല്ലാം കൂടെ ഇട്ട് ഉപ്പും ചേർത്ത് നന്നായിട്ടല്ല ചമ്മന്തിയുടെ പരുവത്തിലൊന്ന് അരച്ചെടുത്ത് മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട്, അരയ്ക്കാനായിട്ട് നമ്മളെല്ലാം സെറ്റാക്കി എല്ലാം അരച്ച് പാത്രത്തിൽ മാറ്റി വെച്ചു. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് വറവിടാനായിട്ട് പാൻ വെച്ചു. പിന്നെ നമ്മൾ രണ്ടാമത്തത് ചട്നി ആയിരുന്നു ഉദ്ദേശിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചൊരു തക്കാളി സാമ്പാർ വെച്ചേക്കാന്ന്, ഒരു തട്ടിക്കൂട്ട് സാമ്പാർ. കാരണം 2 ചമ്മന്തി ആകുമ്പം വലിയൊരു സുഖം ഉണ്ടാവില്ലല്ലോ എന്നുള്ളൊരു രീതിയിൽ പ്ലാൻ മാറ്റി. അങ്ങനെ പിന്നെ ഞാനത് ഉള്ളിയും തക്കാളിയും ജസ്റ്റ് വഴറ്റി ഇഞ്ചിയും പച്ചമുളകും അതിനകത്തിട്ടു. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇച്ചിരി സാമ്പാർ പൊടിയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി. നന്നായിട്ട് വഴണ്ടി വരുന്ന സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു. ഒരു ഇച്ചിരി പുളിവെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ, അത് ഇതിനകത്ത് കാണിച്ചിട്ടില്ല. എന്നിട്ട് അതിനകത്തേക്ക് വറ്റൽമുളകും കടുകും കറിവേപ്പിലയും കൂടെ ജസ്റ്റ് വറവിട്ടു. സെയിം വറവ് തന്നെ നമ്മുടെ നേരത്തെ അരച്ച് വെച്ച ചമ്മന്തിയിലോട്ട് ഇട്ടു. എന്നിട്ട് നമ്മൾ ദോശ മിക്സ് ചെയ്ത് വെച്ച് ദോശയുടെ മാവെടുത്ത് നന്നായിട്ട് ദോശ ഇട്ടെടുത്ത് നമ്മുടെ തട്ട് ദോശയുടെ സ്റ്റൈലിലാണ് കേട്ടോ, മസാല ദോശയുടെ പരുവത്തിലല്ല. ചെറിയ കുറച്ച് ദോശ കുറച്ച് ഞങ്ങൾക്ക് ജസ്റ്റ് എണ്ണം കണക്കാക്കിയിട്ടൊരു 6-7 ദോശയുടെ ആവശ്യമുള്ളൂ. അപ്പോൾ അത് സെറ്റാക്കി വെച്ച് ചേച്ചന് ഒരെണ്ണം കുറച്ച് ക്രിസ്പി ആയിട്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരെണ്ണം അങ്ങനെ ഉണ്ടാക്കിയെടുത്തു. ദോശയൊക്കെ റെഡിയാക്കി ചമ്മന്തിയും അതേപോലെ നല്ല തട്ടിക്കൂട്ട് സാമ്പാറും കൂടെ ചേർത്തിട്ട് നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയാക്കി. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.